Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. അങ്കമാലി നഗരസഭയിൽ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും നടത്തി. ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവരെ പരിപാലിക്കുന്നവരാണ്. അപ്പോൾ അവർ അത്രയും വയ്യായ്മ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ചെല്ലേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടാവും. ശിശുമണ്ഡലം തുടങ്ങി ശരീരവേദന പ്രശ്നങ്ങളുണ്ടായാലും അതുകൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് ബന്ധുക്കളായിട്ടുള്ള ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നഗരസഭയും താലൂക്ക് ആശുപത്രിയും ചേർന്ന് അവിടുത്തെ പാലിയേറ്റീവ് വിഭാഗം എല്ലാവരും ചേർന്ന് ഇങ്ങനൊരു ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി മുന്നിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേക അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നഗരസഭയിൽ കൗൺസിലർമാരും അതുപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ, ഹെൽത്ത് വിഭാഗം, താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ മുഴുവൻ പേരും പാലിയേറ്റീവ് വിഭാഗക്കാർ നമ്മുടെ രോഗികളെല്ലാം ലിസ്റ്റെടുത്ത് അവരെല്ലാം വീടുകളിൽ ചെന്ന് കണ്ട് ക്ഷണിച്ച് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭാ പരിധിയിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി നടത്തിയ രോഗി ബന്ധു സംഗമം ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. വിവിധതരം രോഗങ്ങളാൽ വലയുന്നവർക്ക് സാന്ത്വനമേകുന്നതിനും ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലിൽ നിന്നും അവരെ മുക്തമാക്കുന്നതിനുമുള്ള കർമ്മ പരിപാടികളുമായി നടത്തിയ പാലിയേറ്റീവ് ദിനാചരണത്തിൽ ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നമ്മുടെ നഗരസഭാ അതിർത്തിയിൽ ഏകദേശം 250ഓളം വീടുകളിൽ പാലിയേറ്റീവ് കെയറിന് വേണ്ടി മാസത്തിലൊരിക്കലെങ്കിലും നഗരസഭയിൽ പ്രതികരിച്ച് പണം എത്തിച്ചേരാറുണ്ട്. അവരുമായി സംസാരിക്കാറുണ്ട്, നമുക്ക് ആശ്വാസം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അവരുടെ ബന്ധുക്കളും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യത്വപരമായ സമീപനം പ്രകടിപ്പിക്കേണ്ട ആളുകളാണ്, കൊടുക്കേണ്ട ആളുകളാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളുടെ പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസവും ബുദ്ധിമുട്ടുകളുള്ളവരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഒരു വലിയ പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പാലിച്ച ഉത്തരവാദിത്വം. രോഗികളെ അവരുടെ ഭവനങ്ങളിൽ നിന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണ വേദിയിൽ കൊണ്ടുവരികയും ദിനാചരണത്തിന് ശേഷം ഉപഹാരങ്ങൾ നൽകി സ്വന്തം ഭവനങ്ങളിൽ തിരികെ എത്തിക്കുകയും ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾ ജോവർ KP, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലെക്സി ജോയ്, ജിത ഷിജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൌൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, PN ജോഷി, സന്ദീപ് ശങ്കർ, ലില്ലി ജോയ്, ലിസി പോളി, ലേഖ മധു, ഗ്രേസി ദേവസി, രജനി ശിവദാസൻ, അജിത ഷിജോ, സരിത അനിൽകുമാർ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, ആർദ്രം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ മാത്യൂസ് നമ്പേലി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ J ഇളന്തട്ട്, ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മഞ്ജുനാഥ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശ്രീലത PG, ഡോക്ടർ ബിന്ദു ദിവാകരൻ, ഡോക്ടർ ടീന ജോർജ്, പാലിയേറ്റീവ് ഇൻചാർജ് ഷിജി JL, കില റിസോഴ്സ് പേഴ്സൺ P ശശി, ലെൻസ് ആൻഡ് വിഷൻ MD D പോൾ എന്നിവർ സംസാരിച്ചു. ഹോം കെയർ അത് സന്നദ്ധ പ്രവർത്തകർ വിളിച്ചെന്നാണെന്നോ അതുപോലെ നഴ്സുമാർ വിളിച്ചെന്നാണെന്നോ ഡോക്ടർമാർ പോകുന്നു. അപ്പോൾ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ ഇവിടെ മോഡേൺ മെഡിസിൻ ഡോക്ടറുണ്ട്. ഇങ്ങനെ എല്ലാവരും വീടുകളിൽ ചെന്ന് രോഗിയെ കണ്ട് പരിചരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ്, ഒരു അംഗീകാരം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നോക്കിയിരിക്കുന്ന ഇവരെ സ്വാതന്ത്ര്യപ്പിക്കാൻ ശാരീരികമായും മാനസികമായും സ്വാതന്ത്ര്യപ്പിക്കാനായിട്ടുള്ള ആളുകൾ, ഒപ്പം വോളണ്ടിയേഴ്സ്
സ്വമേധയ സ്വമനസ്സത്താൽ, അതായത് സാമ്പത്തികമായിട്ടും നല്ല നല്ല വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എത്തുന്നവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പങ്കെടുത്ത രോഗികൾ, അവരുടെ ബന്ധുക്കൾ, അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനികൾ, താലൂക്ക് ആശുപത്രി ജീവനക്കാർ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.